സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ബീഹാറിൽ നിന്ന് പറന്നെത്തിയ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പ്രതിരോധിക്കാൻ പാടുപെടുന്നതാണ് കണ്ടത്. ആരോപണങ്ങൾ ഉയർന്നതിന്റെ സാഹചര്യത്തിൽ അയാളെ എല്ലാവരും കൂടെ വളഞ്ഞു കൂടിയിട്ട് നിലവിലുള്ള യൂത്ത് കോൺഗ്രസ് പാർട്ടിക്കകത്തെ സ്ഥാനത്തിലാണല്ലോ ഇപ്പൊ പാർട്ടിക്ക് പെട്ടെന്ന് തീരുമാനം പറയാൻ പറ്റുന്നത്. ആ സ്ഥാനത്ത് സംരക്ഷിച്ചു പിടിച്ച് മറ്റേ CPM ചെയ്യുന്നത് പോലെ വേറെ തരത്തിലുള്ള ന്യായീകരണങ്ങൾ ചമച്ച് എതിരെ വരുന്ന പ്രതിഷേധങ്ങളോട് അസംബന്ധമാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ് മൈക്ക് തള്ളിക്കളഞ്ഞു പോയിട്ടൊന്നും ഇല്ലല്ലോ ഞങ്ങള്. ചോദ്യങ്ങൾക്കൊന്നും വ്യക്തമായ ഉത്തരമില്ല. എല്ലാം ഷാഫിയെ അറിയിച്ചിരുന്നു എന്ന് പരാതിക്കാരികൾ പറഞ്ഞല്ലോ എന്ന ചോദ്യത്തിന് മുന്നിൽ പതറിപ്പോകുന്നതും കണ്ടു. ഇനി നിങ്ങള് ഇതുപോലെ ആരെ പറഞ്ഞു എന്റെ അടുത്ത് പരാതി വന്നിട്ട് എന്റെ അടുക്ക് അവരങ്ങനെ ഒരു പരാതിയായിട്ട് വന്നിട്ട്. എന്നാൽ മാനസപുത്രനെ പൂർണ്ണമായും കൈവിട്ടിരിക്കുകയാണ് VD സതീശൻ. ഞങ്ങളുടെ തീരുമാനം CPM എന്ത് ചെയ്തു, BJP എന്ത് ചെയ്തു എന്നല്ല തീരുമാനം. കോൺഗ്രസിനൊരു തീരുമാനമുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത തീരുമാനം. രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയും പാർട്ടിയെയും വഞ്ചിച്ചെന്ന വികാരത്തിലാണ് പ്രതിപക്ഷ നേതാവ്. നിങ്ങൾ നോക്കിക്കോ, ഇതിന്റെ അകത്ത് കേരളത്തിലെ കോൺഗ്രസ് ഇതിൽ നിന്നെല്ലാം വേറിട്ട് നിൽക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമാണെന്ന് നിങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങൾ പറയും. ഷാഫിയല്ല ആര് പിന്തുണച്ചാലും രാഹുൽ MLA സ്ഥാനം ഒഴിഞ്ഞേ പറ്റൂ എന്നുള്ള കർശന നിലപാടിലാണ് VD സതീശൻ. രാഹുൽ സ്വയം രാജിവെച്ചതാണോ എന്നതായിരുന്നു സതീശനോടും ഷാഫിയോടുമുള്ള പ്രധാനപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ ചോദ്യം. രണ്ട് മറുപടികളും കേൾക്കാം. അല്ല, അയാളുടെ രാജ്യസന്നദ്ധത അയാൾ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. പാർട്ടിയുടെ നിലപാടും അക്കാര്യത്തിൽ മറിച്ചായിരുന്നില്ല. അവര് പാർട്ടി നേതൃത്വത്തെ അറിയിച്ചു. പാർട്ടിയോ അയാളും ഒക്കെ കൂടെ ആലോചിച്ചിട്ട് ഒരു തീരുമാനം. ഞാൻ രാവിലെ പറഞ്ഞല്ലോ, കർശനമായ നടപടിയാണെന്ന് പറഞ്ഞല്ലോ. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ. ഷാഫി പറഞ്ഞതല്ല സതീശൻ പറഞ്ഞത്. അതായത് രാജി ചോദിച്ചു വാങ്ങിയത് തന്നെയാണ്, അല്ലാതെ ധാർമ്മിക മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള രാജി ഒന്നുമല്ല എന്ന് സതീശന്റെ വാക്കുകളിലൂടെ നമുക്ക് ഉറപ്പിക്കാം. ഷാഫി ബീഹാറിലേക്ക് മുങ്ങിയെന്ന് വാർത്ത കൊടുത്തത് പുള്ളിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല. അതിന്റെ പേരിൽ മാധ്യമപ്രവർത്തകർക്ക് ഷാഫി ക്ലാസ് എടുത്തു കളഞ്ഞു. ഇപ്പൊ ബീഹാറിലേക്ക് പോയി എന്ന് പറയാം, ബീഹാറിലേക്ക് മുങ്ങി എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തനം അത് ശരിയാണോ എന്നുള്ളൊരു ആത്മപരിശോധന നടത്താൻ നിങ്ങളും തയ്യാറാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇനി മാധ്യമങ്ങളോട്, എന്നെ ബന്ധപ്പെട്ട എൻ്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടവരോട്, ഞാനിപ്പോൾ KPC പ്രസിഡന്റും നേതാക്കന്മാരും മറ്റുള്ളവരുമാണ് ഇന്ന് മാധ്യമങ്ങളെ കാണുന്നത്. ഇന്ന് കാണുന്നില്ല എന്നുള്ള അറിയിപ്പ് എൻ്റെ ഓഫീസ് അവർ ബന്ധപ്പെട്ടപ്പോൾ അവർ കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും ഈ മുങ്ങി ഒളിച്ചോടി എന്നൊക്കെ പറഞ്ഞിട്ട് ആരെയാ ഒളിച്ചോടേണ്ടത്? ആരെ പേടിച്ചിട്ടാണ് ഒളിച്ചോടേണ്ടത്? എന്നാൽ ഇക്കാര്യത്തിൽ സത്യമെന്തെന്ന് കുറിക്കുകയാണ് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ദില്ലി പ്രതിനിധി ധനേഷ് രവീന്ദ്രൻ. അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് വായിക്കാം. ഒരു കഥ ചൊല്ലുട്ടുമ എന്ന് പറഞ്ഞിട്ടാണ് ധനേഷ് ഈ കുറിപ്പ് ആരംഭിക്കുന്നത്. ദില്ലിയിൽ മണിക്കൂറുകൾ ഒരു MPയുടെ ഫ്ളാറ്റിന് താഴെ മാധ്യമങ്ങൾ കാത്തു നിൽക്കുന്നു. നിരന്തരം ഫോണിൽ വിളിച്ചിട്ടും എടുക്കുന്നില്ല. പ്രതികരണമില്ലെങ്കിൽ അത് അറിയിക്കാം. അതിനും തയ്യാറായില്ല. വൈകുന്നേരം വരെ മാധ്യമങ്ങൾ അവിടെ നിൽക്കുന്നു. താഴെ മാധ്യമപ്രവർത്തകരുണ്ടെന്ന് അറിഞ്ഞിട്ട് ഫ്ളാറ്റിന്റെ പിൻവശത്തിലൂടെ ആ MP പോകുന്നു. അത് MPയുടെ സ്വാതന്ത്ര്യം, ഏതു വഴിയും പോകാമെന്ന് ബ്രാക്കറ്റിൽ ധനേഷ് എഴുതിയിട്ടുണ്ട്. ഇതിന് ഞങ്ങളുടെ നാട്ടിൽ പച്ച മലയാളത്തിൽ മുങ്ങി എന്നാണ് പറയുന്നത്. അത് പറയുമ്പോൾ ആ മുങ്ങലല്ല ഈ മുങ്ങൽ എന്നൊക്കെ പറയാമെന്ന് മാത്രം എന്നാണ് ധനേഷ് രവീന്ദ്രൻ കുറിച്ചിരിക്കുന്നത്. അതായത് ഷാഫി മാധ്യമപ്രവർത്തകരെ കാണാതെ നേരത്തെ ഷെഡ്യൂൾ ചെയ്ത യാത്ര തന്നെയാണ് ബീഹാറിലേക്കുള്ളത്. പക്ഷേ രാഹുൽ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ മുന്നിൽ കാത്തു നിന്ന മാധ്യമങ്ങളെ ഒഴിവാക്കി, നൈസാക്കി, തടി കയച്ചിലാക്കി. അതാണ് കാര്യം. ഇനി ആദ്യം പറഞ്ഞ കാര്യങ്ങളിലേക്ക് വിശദമായി വന്നാൽ, രാഹുൽ മാങ്കൂട്ടത്തിലിനോട് കടുത്ത രോഷത്തിലാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ആ രോഷം കൂട്ടുന്ന നടപടികളാണ് രാഹുലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അതായത് വാർത്താ സമ്മേളനം വിളിച്ച് ചില ചാറ്റുകളും ഓഡിയോകളും പുറത്തുവിട്ട് തന്റെ ഭാഗം ന്യായീകരിക്കാനാണ് രാഹുൽ ഇന്ന് തയ്യാറെടുത്തത്. എന്നാൽ അതിനെ കർശനമായി VD സതീശൻ വിലക്കി. കാരണം അത് കൂടുതൽ കുഴപ്പത്തിലേക്ക് പാർട്ടിയെയും രാഹുലിനെയും കൊണ്ടെത്തിക്കുമെന്ന് സതീശൻ അറിയാം. കാരണം പുതിയതായി പുറത്തു വന്ന രാഹുലിന്റെയും പെൺകുട്ടിയുടെയും ഓഡിയോ അത്രത്തോളം ഗുരുതരമാണ്. അതെ, മര്യാദയ്ക്ക് സംസാരിക്കണോ? എന്താന്ന്? അത് കുഴപ്പമില്ല, ഞാൻ അനുഭവിച്ചോളാം. താൻ ഇത്രയും വൃത്തിയായിട്ട് രീതിയിൽ എന്നോട് സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. എടോ, ഇത് ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയെടുത്തതല്ല കേട്ടോ. 70% റെസ്പോൺസിബിലിറ്റി തനിക്കാണ്. നിന്നെ നിമിഷ നേരം കൊണ്ട് എനിക്ക് കൊല്ലാൻ പറ്റുമെന്ന് പെൺകുട്ടിയോട് രാഹുൽ ഈ ഓഡിയോയിൽ പറയുന്നുണ്ട്. ഈ സംഭാഷണ ശകലം ഉപയോഗിച്ച് വേണമെങ്കിൽ പോലീസ് കേസിലേക്ക് കാര്യങ്ങൾ പോകാമെന്ന് കോൺഗ്രസിന് നിയമോപദേശം കിട്ടിയിട്ടുണ്ട്.
അതായത് രാഹുൽ തന്നെ ന്യായീകരിച്ച് വാർത്താ സമ്മേളനം നടത്തി പെൺകുട്ടികളെ അപമാനിച്ചാൽ അത് പ്രകോപനമാകുമെന്ന നിലപാടാണ് കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചത്. ഇക്കാര്യം നേരിട്ട് തന്നെ വി ഡി സതീശൻ മാങ്കൂട്ടത്തിലിനെ അറിയിച്ചു എന്നാണ് വിവരം. അതായത് ഷാഫിയല്ല ഏത് ഉന്നതൻ വന്ന് പിന്തുണച്ചാലും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കാര്യത്തിൽ പിന്നോട്ടില്ല എന്നുള്ള നിലപാടിലാണ് വി ഡി സതീശൻ ഉള്ളത്. ഇക്കാര്യം തന്നെയാണ് രമേശ് ചെന്നിത്തലയും ഹൈക്കമാൻഡിനോട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെച്ചേ മതിയാകൂ എന്നതാണ് മുതിർന്ന നേതാക്കളുടെ എല്ലാം നിലപാട്. KPCC പ്രസിഡന്റിനും ഈ നിലപാട് തന്നെയാണ് ഉള്ളതെന്നാണ് അറിയാൻ കഴിയുന്നത്. TN പ്രതാപൻ ഈ നിലപാട് പരസ്യമായി സ്വീകരിച്ചു കഴിഞ്ഞു. മുകേഷിന്റെ കാര്യം പറഞ്ഞ് ഇനിയും കടിച്ചു തൂങ്ങാൻ പറ്റില്ല. കാരണം മുകേഷിന്റെയോ വിൻസെന്റ് MLAയുടെയോ എൽദോസ് കുന്നപ്പള്ളി MLAയുടെ കാര്യം പോലെ അല്ല രാഹുലിനെതിരെ വന്ന ആരോപണങ്ങൾ. 5ഓളം പെൺകുട്ടികളാണ് രംഗത്ത് വന്നിരിക്കുന്നത്. അതിൽ ഗർഭം അലസിപ്പിക്കാൻ നിർബന്ധിച്ചു, ഭീഷണിപ്പെടുത്തി എന്നതാണ് ഏറ്റവും പ്രധാന ആരോപണം. സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെടുക, കാണാനായി ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തുക, വിവാഹ വാഗ്ദാനം നൽകി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക, പിന്നീട് അതിൽ നിന്ന് പിന്മാറുക. രാഹുൽ പീഡിപ്പിച്ച പെൺകുട്ടികളോട് എല്ലാം ചെയ്തിരിക്കുന്നത് ഒരേ രീതി തന്നെയാണ്. അതിന്റെ നിർണായക ചാറ്റുകളിൽ ചിലതും പുറത്തു വന്ന സാഹചര്യമുണ്ട്. ആകെയുള്ള പിടിവള്ളി പോലീസിൽ പരാതിയില്ല എന്നത് മാത്രമാണ്. പക്ഷേ കൂടുതൽ ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ അടുത്ത ദിവസങ്ങളിൽ പുറത്തു വരുമെന്ന മുന്നറിയിപ്പ് കോൺഗ്രസ് നേതൃത്വം മുഖവിലേക്ക് എടുക്കുന്നുണ്ട്. അതുകൂടി പുറത്തു വന്നാൽ പാർട്ടിക്കത് വലിയ ക്ഷീണമായി മാറും. മാത്രമല്ല നിയമസഭാ സമ്മേളനവും അടുത്തുണ്ട്. സഭയിൽ വിവിധ വിഷയങ്ങളിൽ സർക്കാരിനെതിരായ വലിയ പ്രതിഷേധം കോൺഗ്രസ് ആസൂത്രണം ചെയ്തിരിക്കുകയാണ്. അതിനെല്ലാം രാഹുൽ വിഷയം വലിയ വിലങ്ങുതടിയായി മാറും. രാഹുലിനെ പ്രതിരോധിക്കാൻ മാത്രമായി സമയം കളയേണ്ടി വരും. CPM രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഈ വിഷയത്തെ മുൻനിർത്തി ആക്രമണം കടുപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പാർട്ടി അന്വേഷണം പൂർത്തിയാക്കി രാഹുലിനോട് MLA സ്ഥാനം ഒഴിയാൻ ആവശ്യപ്പെടണം എന്നുള്ള കർശന നിലപാടാണ് വി ഡി സതീശൻ സ്വീകരിച്ചിരിക്കുന്നത്. അത് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞ് വാക്കുകളിൽ നിന്ന് വ്യക്തവുമാണ്. ലീഗിനെ പോലെയുള്ള ഘടകകക്ഷികളിൽ നിന്നുള്ള സമ്മർദ്ദവും വി ഡി സതീശന് മുകളിലുണ്ട്. സർക്കാർ വിരുദ്ധ വികാരം നിലനിൽക്കുന്ന സാഹചര്യം കളഞ്ഞു കുളിക്കരുത് എന്നാണ് ലീഗ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. അതുകൊണ്ട് തന്നെ രാഹുലിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ പരാതിയില്ലെങ്കിൽ പോലും വിശ്വസനീയം എന്നുള്ള നിലപാടിലേക്കാണ് സതീശനും പാർട്ടി നേതൃത്വവും എത്തിയിരിക്കുന്നത്. ഇക്കാര്യം തന്നെയാണ് രമേശ് ചെന്നിത്തല ഹൈക്കമാൻഡിനെ നേരത്തെ തന്നെ അറിയിച്ചിട്ടുള്ളത്. വി ഡി സതീശന്റെ നിലപാട് തന്നെയാണ് KC വേണുഗോപാലിനും ഉള്ളത്. ഇനിയും രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിച്ചാൽ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിക്കും പാർട്ടി നേതാക്കളുടെ വിശ്വാസ്യതയുടെ നഷ്ടമാകലിനും കാരണമാകും എന്ന നിലപാടിലേക്കാണ് മുതിർന്ന നേതാക്കളെല്ലാം ഒരുമിച്ച് എത്തിയിരിക്കുന്നത്. മാത്രമല്ല രാഹുൽ രാജിവെച്ചാൽ മുകേഷിന്റെ കാര്യം പറഞ്ഞ് CPMനെ നേരിടാം. അങ്ങനെ CPMനെ പ്രതിരോധത്തിലുമാക്കാം. ഇതാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ മനസ്സിലിരിപ്പ്. എന്തായാലും ഇപ്പോൾ പെട്ടിരിക്കുന്നത് ഷാഫി പറമ്പിലാണ്. രാഹുലിനെ അങ്ങനെ കൈവിടാൻ പറ്റില്ല എന്നുള്ള നിലപാടിലാണ് ഷാഫി ഉള്ളത്. പരാതി ഒന്നും ഇല്ലല്ലോ എന്നുള്ള വാദമാണ് ഷാഫി മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ അതിനെ മുതിർന്ന നേതാക്കൾ തള്ളിക്കളയുകയാണ്. ഷാഫി ഇനിയും രാഹുലിനെ പിന്തുണയ്ക്കുന്നതിന് പിന്നിൽ മറ്റെന്തോ ഉണ്ടെന്നുള്ള സംശയവും ചില നേതാക്കൾ പങ്കുവയ്ക്കുന്നു. രാഹുലിന്റെ ചെയ്തികളെല്ലാം ഷാഫിക്ക് അറിയാമായിരുന്നു, എന്നിട്ടും തടഞ്ഞില്ല, തിരുത്തിയില്ല എന്നുള്ള വികാരമാണ് ഒരു വിഭാഗം മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെ രാഹുൽ വിഷയത്തിൽ ഷാഫി പറമ്പിൽ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്, വലിയ പ്രതിരോധത്തിലുമാണ്. രാഹുലിനെ ഇനിയും പിന്തുണച്ചാൽ ഷാഫിക്ക് വലിയ തരത്തിലുള്ള പ്രതിച്ഛായ നഷ്ടമുണ്ടാകുമെന്നാണ് മുതിർന്ന നേതാക്കളുടെ മുന്നറിയിപ്പ്. എന്തായാലും സതീശന്റെ കർശന നിലപാടോടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ MLA സ്ഥാനം ഉടൻ തെറിക്കുമെന്നുള്ള കാര്യം ഉറപ്പിക്കാവുന്ന അവസ്ഥയാണുള്ളത്. പേജ് 10 സ്റ്റോറീസിലെ വീഡിയോകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. വാട്സപ്പിൽ വീഡിയോ കിട്ടാൻ കമന്റ് ബോക്സിലുള്ള വാട്സപ്പ് ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.